പൈത്തൺ പ്രോഗ്രാമിംഗ്. പേര് കേൾക്കുമ്പോൾ ഉള്ളൊരു പേടിയൊന്നും പൈത്തൺ പഠിക്കാനായിട്ട് വേണ്ട കേട്ടോ. ആക്ച്വലി പൈത്തൺ പഠിക്കാനായിട്ട് വളരെ ഈസിയാണ്. ഒരു ബിഗിനറിന് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. പൈത്തൺ ആക്ച്വലി എന്താ ഇത്ര ഫേമസ് എന്ന് അറിയാമോ? ബിക്കോസ് ഓഫ് ഇറ്റ് സിംപ്ലിസിറ്റി. ദ കോഡ് ഓൾമോസ്റ്റ് ലുക്സ് ലൈക്ക് ബേസിക് ഇംഗ്ലീഷ്. അതായത് ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പൈത്തണിൽ കോഡ്സ് എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഫോർ എക്സാമ്പിൾ ജാവയിൽ നമുക്ക് ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു 2-3 സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ പൈത്തണിലാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇംഗ്ലീഷ് എഴുതുന്ന പോലെ തന്നെ ജസ്റ്റ് പ്രിന്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൺ അവിടെ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് കാണിക്കും. അത് മാത്രമല്ല, പൈത്തണിൽ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. പൈത്തൺ ഹാസ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ലൈബ്രറീസ്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഡാറ്റ സയൻസ്, ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതൊക്കെ. സോ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന വേരിയസ് ലൈബ്രറീസ് പൈത്തണിലുണ്ട്. സോ നമുക്ക് വെബ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ഇതെല്ലാം ചെയ്യുമ്പോൾ പൈത്തണിലെ ഈ ലൈബ്രറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് കോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പൈത്തൺ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ബോറിംഗ് സ്റ്റഫ്സ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പൈത്തൺ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് പൈത്തൺ.